ഹായ്, ഈ വരുന്ന നവംബർ 1 കേരളം ഒരു ചരിത്ര നേട്ടം കൈവരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ആശങ്കപ്പെട്ടവരുണ്ട്. എന്നാൽ നമ്മൾ അത് നേടിയിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല കേട്ടോ, വലിയ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. 2016 നടപ്പിലാക്കിയ അഗതിരഹിത കേരളം പോലെയുള്ള പദ്ധതികളിലും ഉൾപ്പെടാതെ പോയ അതീവ ദുർബലരായ ഒരു വിഭാഗത്തെ കൂടി ചേർത്തുകൊണ്ട് അവരുടെ അതിജീവനത്തിന് സഹായകമാകുന്ന പദ്ധതികൾ രൂപപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ആദ്യപടി. ഈ പ്രവർത്തനം തുടങ്ങിയത് ശാസ്ത്രീയമായ ഒരു നിർണയ പ്രക്രിയയിലൂടെയാണ്. ഭക്ഷണം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി, സുരക്ഷിതമായ വാസസ്ഥലം എന്നീ 4 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യം നിർണയിച്ചത്. ജനകീയ പങ്കാളിത്തത്തോടെ കുടുംബശ്രീ, അയൽക്കൂട്ടം പ്രവർത്തകരും സാമൂഹിക സംഘടനാ പ്രവർത്തകരും ചേർന്ന് ഗൃഹസന്ദർശനം നടത്തി. പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കൃത്യമായ വിവരശേഖരണം പൂർത്തിയാക്കി. 2021 ജൂലൈ മുതൽ 2022 ജനുവരി വരെയുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ 64,006 കുടുംബങ്ങളെയാണ് കേരളം അതിദരിദ്രരായി കണ്ടെത്തിയത്. തുടർന്ന് ഓരോ കുടുംബത്തിന്റെയും പ്രശ്നങ്ങളും അവസ്ഥകളും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ജീവിതാവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റാനായി അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മൈക്രോ പ്ലാനുകൾ രൂപപ്പെടുത്തി. ഇതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. അതിവേഗം നടപ്പാക്കിയ ആദ്യ നടപടികളിൽ ഒന്ന് അവകാശം അതിവേഗം എന്ന പദ്ധതിയായിരുന്നു. ഇതിലൂടെ കൈവശാവകാശ രേഖകൾ, പാചകവാതക കണക്ഷനുകൾ, വൈദ്യുതി കണക്ഷൻ തുടങ്ങിയ അർഹമായ അവകാശങ്ങൾ അതിവേഗം ലഭ്യമാക്കി. ഏറ്റവും പ്രധാനമായി വീടില്ലാത്ത 11,340 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി ലൈഫ് ഭവന പദ്ധതിയിലൂടെ അവർക്ക് വീട് ഉറപ്പാക്കി. വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയായിരുന്നു ഈ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പ്. പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ചികിത്സയും തുടർ ചികിത്സയും ഉറപ്പാക്കി. വിദ്യാഭ്യാസം, കൗൺസിലിംഗ്, വൊക്കേഷണൽ ട്രെയിനിംഗ് എന്നിവ ആവശ്യമുള്ളവർക്ക് അത് നൽകി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് കേരളം തെളിയിച്ചു. അവസാനത്തെ മനുഷ്യനും ക്ഷേമവും അന്തസ്സുള്ള ജീവിതവും ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമം നവകേരള നിർമ്മിതിയിലേക്കുള്ള സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ്.